എല്ലാ അത്ഭുതങ്ങളെയും കുറിച്ച് ഞാൻ പറയും. സന്തോഷവും നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾക്ക് മേലുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനന്തമായ കൃപയും അനുഗ്രഹവും ഞാൻ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ധന്യനിമിഷത്തിൽ ഈ ഭവനത്തിന്റെ ആശീർവാദ കർമ്മത്തിൽ പങ്കെടുക്കുന്ന നാം എല്ലാവരും പുത്തൻ ഉണർവിലും ആത്മീയ സന്തുഷ്ടിയിലേക്ക് നയിച്ച സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നന്ദിയോടെ ശിരസ് നമിക്കുന്നു. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അന്വേഷിക്കുവാനും വിശ്വാസത്തിലും സേവനത്തിലും തുടർന്ന് വളരുന്നതിനുള്ള ദൈവാനുഗ്രഹത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിവന്യ തോമസ് മെട്ടോ പിതാവേ, അങ്ങയുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ ഭവനത്തെ ആശീർവദിക്കുകയും ദിവ്യബലി അർപ്പിച്ച് വചനവിചിന്തനത്തിലൂടെ ഞങ്ങളെ ധന്യരാക്കുകയും അങ്ങയുടെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്ത അതിപൂജ്യനായ മെട്ടോ പിതാവിന് ഡൊമിനിക്കൻ സന്യാസ സഭയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. യേശുവിന്റെ ജനത്തോടുള്ള അങ്ങയുടെ അചഞ്ചലമായ അർപ്പണ മനോഭാവത്തിന് ദൈവം അങ്ങയെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ പിതാവിനെ ആദരിക്കുവാൻ സിസ്റ്റർ റീമയെ സാദരം ക്ഷണിക്കുന്നു. ഈ ഭവനത്തിന്റെ മൂലക്കല്ല് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് അടിത്തറയ്ക്ക് തുറക്കം കുറിച്ച ആദരണീയ ക്രിസ്താസ് പിതാവിനെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. പിതാവിന്റെ സഹോദരതുല്യ സ്നേഹവും സൗഹാർദ്ദവും പ്രോത്സാഹനവും പിന്തുണയും എന്നും ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. പിതാവിനെ അവിടുത്തെ കർമ്മരംഗങ്ങളിൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുദിനത്തിൽ നമ്മുടെ മുൻ അതിരൂപത അധ്യക്ഷനായ ആദരണീയ സുസൈകളയ്ക്ക് പിതാവിനെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ സ്മരിക്കുന്നു. ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിനെ പരിസ്ഥിതി ഇടകളിലേക്ക് സ്വാഗതം ചെയ്യുകയും അന്നും ഇന്നും ഏറ്റവും കരുതലോടെ പ്രതിസന്ധികളിൽ തളരാതെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പിതാവിനെ സന്ദർശിച്ച സമയത്ത് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളെ ആശീർവദിക്കുകയും പ്രാർത്ഥനാ വാഗ്ദാനം നേരുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇന്നിവിടെ ഒത്തുചേരുന്ന ഓരോരുത്തർക്കും പിതാവിന്റെ പ്രാർത്ഥനയും ആശംസകളും അറിയിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെ നല്ല ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ഭവനത്തിന്റെ ആശീർവാദ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും സ്ഥലത്തില്ലാതെ കൊറോണക്കാരി ഡൈസനച്ചനെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. കൊല്ലത്ത് നിന്ന് ഡൊമിനിക്കൻ സന്യാസ സഭയിലെ ഫാദർ സുനിൽ ജോസ് ഒത്തിരി കരുതലോടും സ്നേഹത്തോടും കൂടി നമ്മുടെ ഇടയിൽ സന്നിഹിതനാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഏറെ വിലമതിക്കുന്നതാണ്. അച്ഛനെ ആദരിക്കുവാനായി സിസ്റ്റർ ജെസ്സിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ബെർണാഡിനച്ഛൻ OCD-നെ ആദരിക്കുവാൻ സിസ്റ്റർ എൽസിയെ ക്ഷണിക്കുന്നു. സിസ്റ്റർ ബെർണാഡിനച്ഛനെ ആദരിക്കുവാൻ സിസ്റ്റർ എസ്സിയെ സാദരം ക്ഷണിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ ഭവനത്തിന്റെ സ്വപ്നം കാണുകയും എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകിയ മുൻ മദർ ജനറൽ സിസ്റ്റർ മരിയയും കൗൺസിലിനെയും ഇപ്പോഴത്തെ മദർ ജനറൽ സിസ്റ്റർ മറിയാമ്മയും കൗൺസിലിനെയും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഡേവിഡ്സൺ അച്ഛ, ഞങ്ങളുടെ പരിധിയും സമൂഹത്തിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ഈ നിമിഷത്തിൽ അച്ഛൻ്റെ സമർപ്പണ മനോഭാവത്തിനും ആത്മീയ മാർഗനിർദ്ദേശങ്ങൾക്കും ഞങ്ങൾ എന്നും കടപ്പെട്ടവരാണ്. ഏതൊരു കാര്യത്തിലും വളരെ ഉത്സാഹത്തോടെ സ്നേഹത്തോടെ
കരുതലോടെ സിസ്റ്റേഴ്സിനൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് ഈ ദിവസത്തെ അതിമനോഹരമാക്കി തീർത്ത അച്ഛന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സഹവികാരി ശിൽവദാസ് അച്ഛനെയും അവിടുത്തെ സ്നേഹത്തെയും ആത്മാർത്ഥമായ സഹകരണത്തിനും നന്ദി പറയുന്നു. ഇതോടൊപ്പം ഇടവകയിലെ ഓരോ മക്കളെയും പ്രത്യേകമായി കമ്മിറ്റി അംഗങ്ങളെയും എത്രയും നന്ദിയോടെ സ്മരിക്കുന്നു. ഡേവിഡ് അച്ഛനെയും ശിൽവദാസൻ അച്ഛനെയും ആദരിക്കുവാൻ സിസ്റ്റർ ലിസിയെയും ക്ഷണിച്ചു. സ്നേഹബഹുമാനപ്പെട്ട സന്യസ്തരെ, വൈദികരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും പിന്തുണയും ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രോത്സാഹനമാണ്. ആ സ്നേഹവും പിന്തുണയും ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ലഭിച്ച മറ്റൊരവസരമാണിത്. ഇന്നിവിടെ ആയിരിക്കുന്ന നിങ്ങളിൽ പലരും ഞങ്ങളുടെ മുൻ വികാരിമാരും വിശേഷിച്ച ഫാദർ സാവാസ്, ആൻഡോ അച്ഛൻ ഇവിടെ സന്നിഹിതരാണ്. സഹവികാരിമായ ഇടവേള അച്ഛന്മാർ ഫാദർ സജി, ഫാദർ ജിജോ, കൊറോണ വിപദാതലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവർ, പല സ്ഥലങ്ങളിൽ നിന്നെത്തി ഇന്ന് പ്രത്യേകമായി ഇടവകയിൽ നിന്ന് എത്തിയിരിക്കുന്ന സുസൈഅച്ഛൻ, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും സന്മനസ് കാണിച്ചു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിനെ പരുത്തിയൂർ സ്വാഗതം ചെയ്ത ആദ്യഘട്ടങ്ങളിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന ജെറോം നെറ്റോ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി. ഇന്ന് ഇടവകയിലെ മക്കളായ ഫാദർ സിബിൻ, ഫാദർ ആൻഡ്രൂസ്, ഫാദർ ജോയ് എന്നിവർ ഇവിടെ സന്നിഹിതരാണ്. മറ്റുള്ളവർക്ക് വരുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും വരുവാനായിട്ട് സാധ്യമല്ലാത്തത് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ചിലരെല്ലാം ഇന്നലെ തന്നെ വന്നുപോയി. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. നമുക്ക് ഈ ഭവനം പൂർത്തീകരിച്ച് സുന്ദരമായ ഒരു വാസസ്ഥലം ഒരുക്കുന്നതിൻ്റെ പിന്നിൽ ഒത്തിരിയധികം ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യമായി